ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാരംഭത്തിൽ ഓർത്തതുപോലെ ഇന്നും നമുക്ക് ദൈവവചന പഠനത്തിന് വേണ്ടി ഇപ്രകാരം ആയിരിക്കുവാൻ ദൈവം കൃപ ചൊരിഞ്ഞല്ലോ. നമ്മുടെ കർത്താവിന് എല്ലാ മഹത്വവും കരേറ്റാം. തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനത്തിൽ നിന്ന് ഓരോ അധ്യായത്തിൽ നിന്നും ഓരോ ചിന്തകൾ നാം ചിന്തിച്ചു വരികയായിരുന്നു. ഓരോ ചിന്തകളെന്ന് പറയുമ്പോൾ തന്നെ ഇവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. 1-ാം അധ്യായത്തിലെ നല്ല പോരാട്ടം കഴിക്കുക എന്നുള്ള ആശയത്തോട് ചേർന്നാണ് മറ്റ് 2 അധ്യായങ്ങളിൽ നിന്നും നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം കൃപ നൽകിയത്. ഇന്ന് 4-ാം അധ്യായത്തിൽ നിന്ന് ഒരാലോചന പങ്കുവെക്കാം എന്ന് ആഗ്രഹിക്കുന്നു. വീണ്ടും ഈ 4-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യവും എങ്ങനെയാണ് നല്ല പോരാട്ടം കഴിക്കേണ്ടത് എന്നുള്ള ആശയത്തോട് ചേർന്ന് ഇരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1 തിമോത്തിയോസ് 4-ന്റെ 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിന് നല്ല ശുശ്രൂഷകനാകും. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വൈവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. ഇത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും ആയിത്തീരേണ്ടതിന് ഇത് കരുതുക. ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. ഇതിൽ ഉറച്ചു നിൽക്ക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. താങ്ക് യു ബ്രദർ. ഒരു നല്ല ശുശ്രൂഷകൻ എന്നുള്ള ആശയം പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വിശദമാക്കുന്നതാണ് നമുക്ക് ഈ വായിച്ച വാക്യങ്ങളിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ ശുശ്രൂഷകന്മാരുടെ യോഗ്യതകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മൂപ്പന്മാരുടെ യോഗ്യതകളെക്കുറിച്ച് വിസ്തരിച്ചതിന് ശേഷം ശുശ്രൂഷകന്മാരെക്കുറിച്ചുള്ള വിശദീകരണം പൗലോസ് അപ്പോസ്തലൻ നൽകുന്നുണ്ട്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ഡീക്കന്മാരെ കുറിച്ച് മാത്രമുള്ള ഒരാശയമല്ല. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട 4-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമ്മൾ വായിക്കുന്ന മൂലഭാഷയിലും ഡീക്കൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ പദമല്ല നമ്മൾ കാണുന്നത്. ഇവിടെ ഡൂലോസ്, സെർവൻറ്റ് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർ എന്നുള്ള ഒരാശയമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് കേവലം മൂപ്പന്മാരെക്കുറിച്ചോ ശുശ്രൂഷകന്മാരെക്കുറിച്ചോ എന്ന് പറഞ്ഞാൽ സഭയിലെ പ്രത്യേകമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വ്യക്തികളെക്കുറിച്ചുള്ള ആശയമായിട്ട് മാത്രം എടുക്കരുത്. എല്ലാവരെയും കർത്താവിൻ്റെ ദാസന്മാർ, ദാസിമാർ എന്നുള്ള ആ ലേബലിലാണ് നാം എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ പുതിയ നിയമ സഭയിലെ വിശ്വാസികൾ എങ്ങനെയായിരിക്കണം? നമ്മെ ഓരോരുത്തരെയും ഓരോ ഉത്തരവാദിത്തങ്ങൾ ദൈവസഭയിൽ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് നമ്മൾ നിറവേറ്റേണ്ടതെന്നും അത് നിറവേറ്റുമ്പോൾ നാം നമ്മെ തന്നെ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതും എന്നുള്ള ആശയമാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഡീക്കന്മാർക്ക് വേണ്ടി മാത്രം കുറിച്ചു വച്ചിരിക്കുന്ന ചില യോഗ്യതകളോ അല്ലെങ്കിൽ ചില പ്രമാണങ്ങളോ ആയിട്ട് ഇതിനെ എടുക്കാതെ നാം എല്ലാവർക്കും, ദൈവമക്കളായ നാം എല്ലാവരും ഉൾക്കൊള്ളേണ്ട ചിന്തയായിട്ട് ഈ വേദഭാഗത്തെ എടുക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല ഒരു ദൈവദാസനായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല ശുശ്രൂഷകനായിട്ട് ദൈവത്തിൻ്റെ ഒരു നല്ല പൈതലായിട്ട് നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കുക എന്നുള്ള ആശയമാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. മലയാളത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ശുശ്രൂഷകൻ എന്നുള്ള ഒരു പദമാണ്. നല്ല ശുശ്രൂഷകൻ. ഇംഗ്ലീഷ് ബൈബിളിലും അത് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന. എ ഗുഡ് സെർവൻറ്റ് എന്നുള്ള ഒരു ആശയം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ പരിഭാഷകൾ എടുത്താൽ ബ്യൂട്ടിഫുൾ, ഈ ഗുഡ് എന്നുള്ള പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ബ്യൂട്ടിഫുൾ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ ശുശ്രൂഷകൾ നിവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ
എക്സലന്റ് സെർവന്റ് ഓഫ് ഗോഡ്, എല്ലാ കാര്യത്തിലും എക്സലന്റ് ആയിട്ട് നിൽക്കുവാനായിട്ട്, ഓർഡിനറിയിൽ നിന്ന് അല്പം കൂടെ ഉയർന്ന് അല്പം കൂടെ ഉന്നതമായ അവസ്ഥയിൽ തൻ്റെ ശുശ്രൂഷയെ എങ്ങനെ ഒരു ശുശ്രൂഷകൻ നോക്കിക്കാണുവാനായിട്ട് കഴിയും. ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു മിനിമം ലെവലിൽ നിൽക്കുക എന്നുള്ളതല്ല, അതിൽ നിന്നും ഒരു പടി കൂടെ ഉയരുവാനായിട്ട് അനുദിനവും നാം ശ്രമിക്കുക. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് നിർഭാഗ്യവശാൽ സ്ഥലം സഭകളിലൊക്കെ അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന്റെ മധ്യത്തിൽ സംഭവിക്കുന്ന ഒരു അപജയം എന്നുള്ളത്, എല്ലാവരും ഒരു മിനിമമായ അവസ്ഥയിൽ നിന്ന് തൃപ്തിപ്പെടുകയാണ്. ഇത്രയൊക്കെ മതി, ഇനിയും മുന്നോട്ട് അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അല്പം കൂടെ ഈ ശുശ്രൂഷാ മണ്ഡലത്തിലോ ആത്മീയ ജീവിതത്തിലോ ഉയരേണ്ടതിൻ്റെ ആവശ്യമില്ല, ഇത്ര കൊണ്ട് തൃപ്തരായി തീരുന്ന ഒരവസ്ഥ ദൈവമക്കളുടെ ഇടയിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ദൈവവചനം നമ്മൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ദൈവത്തിന്റെ വചനം നമ്മളെ എപ്പോഴും ഉദ്ബോധിപ്പിക്കുന്നത് ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ തൃപ്തിപ്പെടുന്ന ഒരു ആത്മീയ നിലവാരത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മളോട് അനുവാദം നൽകുന്നില്ല. ഉയരുവാനായിട്ട്, വീണ്ടും മുന്നോട്ട് പോവുക, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളെ നിറപടിയായിട്ട് നിർവഹിച്ച് ആത്മീക മണ്ഡലത്തിൽ കൂടുതൽ മുന്നേറുവാനായിട്ടുള്ള ഒരു പ്രചോദനമാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഈ വചനങ്ങളെ നമ്മൾ ശ്രവിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധന കഴിച്ചു നോക്കാം. എൻ്റെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? തൃപ്തിപ്പെടുന്ന, ആത്മീയ ജീവിതത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണോ? ഈ മിനിമൽ മതി എന്നുള്ള ഒരു ചിന്തയാണോ എനിക്കുള്ളത്? അതോ കർത്താവെ, അനുദിനം ശക്തിയെ പുതുക്കി വളരുവാനായിട്ടുള്ള ഒരു തീവ്രമായ ആഗ്രഹം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പ്രചോദിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം. ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗം കുറച്ചധികം വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങൾ അധികം വിശദീകരിക്കാതെ തന്നെ പോയിന്റ് ആയിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി വിധേയമാക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല ശുശ്രൂഷകയായിട്ട് ദൈവസഭയിൽ നമുക്ക് പ്രയോജനപ്പെടും? വീണ്ടും ശുശ്രൂഷക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതുപോലെ അതൊരു ഓഫീസായിട്ട് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഒരു ദൈവദാസി, ദൈവമകൾ എന്നുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടാനായിട്ട് കഴിയും എന്നുള്ളൊരാശയം നമുക്ക് ഇവിടെ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത്, ആ വായിച്ച വാക്യത്തിൽ തന്നെ, പ്രാരംഭ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നത്, ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ. അപ്പം ആദ്യത്തെ നല്ല ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ മാർഗനിർദ്ദേശങ്ങൾ പൗലോസ് അപ്പോസ്തലൻ നൽകുമ്പോൾ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു നല്ല ശുശ്രൂഷകൻ എങ്ങനെയുള്ള വ്യക്തിയായിരിക്കും? ജനത്തിന് മുന്നറിയിപ്പുകൾ നൽകുന്ന വ്യക്തിയായിരിക്കും എന്നാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ തിമോത്തിയോസ് അപ്പോസ്തലനായിരിക്കുമ്പോൾ അവിടെയുള്ള ദൈവസഭയ്ക്ക് ചില മുന്നറിയിപ്പുകൾ നൽകണം. അതിന് ഒരുക്കമുള്ളവനായിട്ട് തിമോത്തിയോസ് ഇരിക്കണം. എങ്കിൽ മാത്രമേ തൻ്റെ ശുശ്രൂഷയിൽ അഭിവൃദ്ധി പ്രാപിക്കുവാനായിട്ട് കഴിയുള്ളൂ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ തിമോത്തിയോസിനെ ഓർമ്മപ്പെടുന്നത്. എന്താണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്? 4-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായിട്ട് പറയുന്നു. എന്നിട്ട് അവരുടെ പ്രത്യേകതകൾ, ഈ ഭോഷ്കിൽ വിശ്വസിച്ച് ഉപദേശ നിശ്ചയമില്ലാതെ തങ്ങളുടെ വിശ്വാസ ജീവിതത്തെ നശിപ്പിക്കുകയും തങ്ങളുടേത് മാത്രമല്ല, ഇവിടെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ പോലെ അവരോട് കൂടെ നിൽക്കുന്നവരെ കൂടെ നശിപ്പിച്ചു കളയുന്ന, തങ്ങൾക്ക് മാത്രമല്ല വിശ്വാസത്തിൽ കപ്പച്ഛേദനം സംഭവിച്ചിരിക്കുന്നത്, തങ്ങളുടെ അടുക്കലേക്ക് വരുന്ന ആളുകളെയും കൂടെ വെള്ളത്തിൽ മുക്കിക്കളയുന്ന രീതിയിലുള്ള വ്യാജ ഉപദേശവുമായിട്ട് ആളുകൾ വരുന്നു. അവരെ കുറിച്ച് ദൈവസഭയെ ഉദ്ബോധിപ്പിക്കുന്ന വ്യക്തി, ദൈവസഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്ന വ്യക്തിയാണ് ഒരു നല്ല ശുശ്രൂഷകൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം 4-ന്റെ പ്രാരംഭവാക്യത്തില് ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും, അപ്പോൾ കഠിനമായ ദുരുപദേശവുമായിട്ട് ദൈവസഭയിലേക്ക് ആളുകൾ വരുവാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ദൈവമക്കളുടെ അടുക്കലേക്ക് വരുവാനായിട്ട് സാധ്യതയുണ്ട്. 2 തിമോത്തിയോസ് 3-ാം അധ്യായത്തിലും ഇതിന് തത്തുല്യമായ പദപ്രയോഗം പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിട്ടുണ്ട്. 2 തിമോത്തിയോസ് 3-ന്റെ പ്രാരംഭവാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ
വരും എന്ന് അറിയുക. എന്നിട്ട് മനുഷ്യർ സ്വസ്നേഹികളും എന്നൊക്കെ പറഞ്ഞ് 10-16ഓളം കാര്യങ്ങൾ ഈ അന്ത്യകാലത്ത് മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. അപ്പം ഈ ദുർഘട സമയമെന്ന് 2 തിമോത്തിയോസ് 3:1 ഉപയോഗിച്ചിരിക്കുന്നതും ഇവിടെ 4-ാം അധ്യായത്തിൽ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാം അന്ത്യകാലത്ത് നടക്കുന്ന ഈ ദുരുപദേശത്തിന്റെ വ്യാപനത്തെ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയും മനുഷ്യന്റെ ധാർമ്മികമായ മൂല്യശോഷണത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടിയും പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളാണ്. അവിടെ ദുർഘട സമയമെന്നും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭൂതങ്ങളുടെ ഉപദേശം എന്നുള്ള ആ പദത്തെ നമ്മളൊന്ന് ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ദുർഘട സമയം എന്നുള്ളതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം തന്നെയാണ് പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിൽ ഭൂതഗ്രസ്തരായ ആളുകളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആരാലും അടക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യൻ, അവൻ്റെ ആ കഠിനമായ ജീവിതത്തെ അല്ലെങ്കിൽ ഒരു അടക്കമില്ലാത്ത ജീവിതത്തെ വളരെ ഭൂതത്താൽ ബാധിക്കപ്പെട്ട് തന്നെ തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവനിൽ ധാരാളം ഭൂതങ്ങളുണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ആർക്കും അടക്കാൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ പോലെയാണ് അന്ത്യകാലത്ത് എന്ത് സംഭവിക്കാനായിട്ട് പോകുന്നത്? ദുർഘട സമയങ്ങൾ വരുന്നു. അവിടെ ചിലർ എന്ത് ചെയ്യാനായിട്ട് പോകുന്നു? വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശത്തെയും ഒക്കെ കൊണ്ട് വന്ന് ദൈവസഭയെ, ദൈവത്തിന്റെ മക്കളുടെ വിശ്വാസത്തെ നശിപ്പിച്ചു കളയുവാനായിട്ട് ശ്രമിക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു നല്ല ദൈവദാസന്റെ, ശുശ്രൂഷകന്റെ ഉത്തരവാദിത്വമായിട്ട് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നീ എന്ത് ചെയ്യണം? സഹോദരന്മാരെ ഗ്രഹിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഇന്ന് ഈ ആശയം ഗ്രഹിപ്പിക്കാനായിട്ട് ആളുകൾ മുന്നോട്ട് വരാറുണ്ട്. നമ്മുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളൊക്കെ ഈ ആശയത്തെ പറയുമ്പോഴും എത്രമാത്രം ഇതിനെ തുറന്ന മനസ്സോടുകൂടെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ചിന്തനീയം. എത്രമാത്രം ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് സാഹചര്യം ലഭിച്ചാലും ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് പോകുകയാണെന്ന് പറഞ്ഞാൽ, പൗലോസിനെ കുറിച്ച് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. എഫെസോസിലെ ആ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് പോയി കഴിയുമ്പോൾ കൊടിയ ചെന്നായ്ക്കൾ വരുവാനായിട്ട് പോവുകയാണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്നതൊക്കെയാണെന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്ന കാണുന്നുണ്ട്. പക്ഷേ കാലം നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് ചെയ്തത്? കുറെ കാലം അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ പൗലോസ് പറഞ്ഞ വാക്കുകളെയൊക്കെ മറന്നുപോയി. ഇത് ഒരു വാണിംഗ് ആയിട്ട്, ഇത് അവരെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് അവരുടെ ജീവിതത്തിൽ തുടർമാനമായിട്ട് സൂക്ഷിക്കുവാൻ അവർക്ക് സാധിക്കാതെ വന്നതുകൊണ്ടാണ് അവരുടെയും ജീവിതത്തിൽ കുറവുകൾ വന്നത്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവരുടെ കുറവുകളെ ദൈവത്തിന്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പൗലോസ് പറഞ്ഞ വാണിങ്ങിനെ ശ്രദ്ധിച്ചു ഒരു പരിധി വരെ. അതുകൊണ്ട് അവരിൽ ചില നല്ല ഗുണങ്ങൾ ഉണ്ടായതായിട്ടും നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഉപദേശങ്ങളോട് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് നമ്മളോട് ഈ കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുമ്പോൾ എത്രമാത്രം നമുക്ക് അതിന് മനസ്സുണ്ട്, ഉൾക്കൊള്ളുവാനായിട്ട് താല്പര്യമുണ്ട് എന്ന് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ മക്കളായ ഈ ദൈവവചനം മനസ്സിലാക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇതുപോലുള്ള ദുർഘട സമയങ്ങൾ വന്നിരിക്കുന്നു. പലരും വ്യാജ ഉപദേശവുമായിട്ട് വരുന്നു. ദൈവജനം ശ്രദ്ധിക്കണം എന്ന് കൂടെ മറ്റുള്ളവരെ, നമ്മുടെ സാലം സഭയിലെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, അതുപോലെ തന്നെ മറ്റ് സഹോദരവർഗത്തെയൊക്കെ ഓർമ്മപ്പെടുത്തുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ശുശ്രൂഷകർക്ക് നൽകിയിട്ടുണ്ട്, അഥവാ ദൈവത്തിൻ്റെ മക്കൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെ ശ്രദ്ധിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിനെ അംഗീകരിക്കാനായിട്ട് നമുക്ക് അല്പം വിമുഖതയുണ്ട്. എന്നാൽ ശലോമോൻ സദൃശവാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പോലെ സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ ഫലം. എന്നാൽ ശത്രുവിൻ്റെ ചുംബനമോ കണക്കിലധികം എന്നാണ് മലയാളം പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്, ബൈബിൾ സൊസൈറ്റിയുടെ പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ അക്ഷരികമായൊരു പരിഭാഷ എന്നുള്ളത് ശത്രുവിൻ്റെ ചുംബനങ്ങളോ വഞ്ചനാപരം, ഡിസീറ്റ്ഫുൾ, വഞ്ചനാപരം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ പരിഭാഷ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായ നമ്മെ ഓരോരുത്തരെയും പരസ്പരം പ്രബോധനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമ്പോൾ
അത് സ്നേഹിതൻ വരുത്തുന്ന മുറിവുകളാണ്. ചിലപ്പോൾ അത് മുറിവുകൾ ഏൽക്കേണ്ടതായിട്ട് വരും. മുറിവുകളാണ്, അത് നമ്മുടെ നന്മയ്ക്കാണ് എന്നുള്ള ബോധ്യത്തോടു കൂടെ അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് ശത്രുവിൻ്റെ വഞ്ചനയിൽ നിന്ന് നമ്മളെ തന്നെ സൂക്ഷിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ ശുശ്രൂഷകന്റെ ഉത്തരവാദിത്വമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദൈവജനത്തിന് മുന്നറിയിപ്പുകൾ നൽകുന്ന വ്യക്തിയായിരിക്കും. രണ്ടാമത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അതേ വാക്യത്തിൽ നിന്ന് തന്നെ 6-ാമത്തെ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ മധ്യഭാഗത്ത് സതുപദേശത്തിൻ്റെ വചനത്താൽ പോഷണം ലഭിച്ച് ഒരു നല്ല ശുശ്രൂഷകന്റെ അടയാളമായിട്ട് ആ വ്യക്തിയുടെ ലക്ഷണമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നല്ല ശുശ്രൂഷകർ സ്ഥിരമായി ദൈവവചനത്താൽ പോഷണം പ്രാപിക്കുന്നു. ദൈവവചനത്താൽ പോഷണം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഒരു നല്ല ശുശ്രൂഷകനായിട്ട് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനായിട്ട് സാധിക്കത്തുള്ളൂ. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 3:16 പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായിട്ട് നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോൾ അല്ലെങ്കിൽ സമൃദ്ധമായിട്ട്, മറ്റു ഒരു പരിഭാഷ സമൃദ്ധമായിട്ട്, റിച്ച്ലി, കുറവുകളൊന്നുമില്ലാത്ത സമൃദ്ധമായിട്ട് ഐശ്വര്യമായിട്ട് നിങ്ങളിൽ വസിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ശുശ്രൂഷകന് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ഭംഗിയായിട്ട് നിർവഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ദൈവ പൈതലിനും കർത്താവ് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെ ദൈവസഭയിൽ പ്രയോജനപ്പെടുത്തി സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി തന്നെ തന്നെ ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ദൈവവചനത്താൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ശരിയായിട്ട് പോഷണം പ്രാപിക്കുന്ന ഒരവസ്ഥ, നല്ലതുപോലെ പോഷണം പ്രാപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദപ്രയോഗം വളരെ ചിന്തനീയമാണ്. ഇംഗ്ലീഷ് ഉപയോഗിച്ച ഡൊൽ എന്നുള്ളൊരു വാക്കാണ്, അല്ലെങ്കിൽ വസിക്കുക എന്നുള്ളൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മലയാളത്തിൽ വചനത്താൽ പോഷണം ലഭിച്ച്, അല്ലെങ്കിൽ പോഷണത്തിൽ നിലനിൽക്കുക, ആ പോഷണത്തിൽ വസിക്കുക എന്നുള്ള ഒരാശയമാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുക. കോൺസ്റ്റന്റ്ലി ഡൊൽ or constantly be nourished on the words. ദൈവവചനത്താൽ സ്ഥിരമായിട്ട് പോഷണം പ്രാപിച്ചുകൊണ്ട് നിൽക്കുക, ഡൾ ആകുക, അതിൽ തന്നെ വസിക്കുക എന്നുള്ളൊരാശയമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ അക്ഷരികമായിട്ടുള്ള അർത്ഥം ഒരു ഭവനത്തിലായിരിക്കുക എന്നുള്ളൊരാശയമാണ്. ഭവനത്തിലായിരിക്കുക. അപ്പം നമ്മളെല്ലാവരും യാത്ര ചെയ്യാറുണ്ട്, പക്ഷേ നമ്മൾ സ്ഥിരമായിട്ടും എന്ത് ചെയ്യുന്നില്ല? യാത്ര ചെയ്യുന്നില്ല. നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് ഭവനത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പം 2 തരത്തില് ദൈവമക്കൾ ദൈവവചനത്തെ നോക്കിക്കാണാറുണ്ട്. ചിലർ സ്വന്തം ഭവനത്തിൽ വസിക്കുന്ന പോലെ സ്ഥിരമായിട്ട് ദൈവവചനത്താൽ പോഷണം പ്രാപിച്ച് ദൈവവചനത്തിൽ തന്നെ നിലനിൽക്കും, അല്ലെങ്കിൽ ദൈവവചനത്തിൽ വസിക്കും. നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന പോഷണം ലഭിക്കുന്നത് പോലെ തന്നെ ആത്മാവിന് വേണ്ടുന്ന പോഷണം ദൈവവചനത്താൽ പ്രാപിച്ച് സ്ഥിരമായിട്ട് അതിൽ നിൽക്കുന്നു. വി ആർ ഡൊല്ലിങ് ഇൻ ഇറ്റ്. എന്നാൽ മറ്റു ചിലരോ വിസിറ്റേഴ്സ് ആണ്. വല്ലപ്പോഴും മാത്രം ഈ ദൈവവചനത്തോട് അടുത്ത് വരിക, ആവശ്യമുള്ളപ്പോൾ മാത്രം നോക്കുക. ഒരു ഭവനത്തിൽ വസിക്കുന്ന താല്പര്യത്തോടുകൂടെ അതേ ആകാംക്ഷയോടും താല്പര്യത്തോടും കൂടെ ദൈവവചനത്തിൽ വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. നേരെ മറിച്ച് ഒരു സഞ്ചാരിയെ പോലെ വല്ലപ്പോഴും മാത്രം ദൈവവചനം എടുക്കുന്ന, വല്ലപ്പോഴും മാത്രം ദൈവവചനത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ, അതല്ല ആഗ്രഹിക്കുന്നത്. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇതിൽ തന്നെ വസിക്കുക, ഇതിൽ തന്നെ നിലനിൽക്കുക എന്നുള്ളൊരാശയമാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മക്കൾ ഒരു സഞ്ചാരിയെ പോലെ വല്ലപ്പോഴും മാത്രം എത്തിച്ചേരേണ്ട ഒരു സ്ഥലമല്ല ദൈവത്തിൻ്റെ വചനം. നാം ഇതിൽ വസിക്കേണ്ടവരാണ്. കൊലോസ്യ ലേഖനത്തിൽ നിന്ന് നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ ഇത് സമൃദ്ധമായിട്ട് ഐശ്വര്യമായിട്ട് നമ്മളിൽ വസിക്കേണ്ടതാണ് എന്നുള്ളൊരാശയം നമുക്ക് ഇവിടുന്ന് എടുക്കുവാനായിട്ട് കഴിയും. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവം എന്താണ്? ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കുവാനായിട്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. 3-ാമത്തെ ആശയം, നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ നിന്ന് തന്നെ ഒരു നല്ല ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം എന്ന് പറയുമ്പോൾ വചനത്താൽ പോഷണം പ്രാപിക്കണം. മലയാളത്തിൽ അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ പദമാണ് നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും. അപ്പോൾ എന്താണ്? കേവലം പോഷണം പ്രാപിക്കുക മാത്രമല്ല, അനുസരിക്കുക എന്നുള്ളൊരാശയവും നമുക്ക് അവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഒരു ശുശ്രൂഷകൻ, നല്ല ശുശ്രൂഷകൻ ദൈവവചനത്താൽ നിരന്തരമായിട്ട് പോഷണം പ്രാപിച്ച് അതിൽ തന്നെ വസിക്കുന്നു. അപ്പോൾ തന്നെ അത് അനുസരിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്?
ഈ ദൈവത്തിൻ്റെ മകനുണ്ട്, മകൾക്കുണ്ട് എന്നാണ് നമുക്ക് കാണുവാനായിട്ട്. നമ്മൾ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് ദൈവവചനത്തെ അനുസരിക്കണം. യാക്കോബിന്റെ ലേഖനത്തിലെ വാക്യം നമ്മളെപ്പോഴും എടുത്തു പറയാറുമുള്ളതാണ്. ചില സ്ഥലം സഭകളിലെങ്കിലും പ്രസംഗപീഠത്തിന്റെ പുറത്ത് ഈ വാക്യം എഴുതി ഒട്ടിച്ചിരിക്കുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. വചനം കേൾക്കുക മാത്രം ചെയ്യരുത്, നിങ്ങളെ തന്നെ ചതിക്കാതെ എന്ത് ചെയ്യണം, അത് അനുസരിക്കുന്നവരായിട്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എത്രയോ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ എത്രമാത്രം ഇതിനോട് ക്രിയാത്മകമായിട്ട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമ്മൾ കൂടെ കൂടെ ദൈവവചനം കേട്ടിട്ടും കർത്താവേ ഇത് അനുസരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധന ചെയ്യുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ അനുസരണം, ദൈവവൈതലിനോടുള്ള ബന്ധത്തിൽ അനുസരിക്കുക എന്നുള്ളത് കേവലം ഒരു നല്ല ശുശ്രൂഷകന്റെ അടയാളം മാത്രമല്ല, അല്ലെങ്കിൽ ഒരു നല്ല ദൈവവൈതലിന്റെ അടയാളം മാത്രമല്ല. അതിൻ്റെ ഒരല്പം കൂടെ കടന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പ് നൽകുന്ന ഒരു കാര്യം കൂടെയാണ് നമ്മൾ ദൈവവചനം അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത്. കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന അനേകരുണ്ട്, പക്ഷേ അവർക്കാർക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ കർത്താവെ, എന്നെ കേവലം കർത്താവെ കർത്താവെ എന്ന് വിളിക്കുകയല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുക, അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ രക്ഷയെക്കുറിച്ച് നമുക്കാർക്കും സംശയമുണ്ടാകുകയില്ല. എങ്കിലും ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ രക്ഷയുടെ ഉറപ്പും കൂടെയാണ് അതിൽ കൂടെ ലഭ്യമാകുന്നത്. ആരെങ്കിലും ദൈവവചനം അനുസരിക്കാനായിട്ട് വളരെ വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ, എത്ര കേട്ടിട്ടും കൂടെ കൂടെ ശാസന കേട്ടിട്ടും അതിനോട് ഒരു മറുതലിപ്പിന്റെ സ്വഭാവമാണ് പുലർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി യഥാർത്ഥമായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് കൂടെ നമ്മൾ സംശയിക്കേണ്ടതായിട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ദൈവവചനം അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷയുടെ ഉറപ്പുകൂടിയാണ് നൽകുന്നത്. അത് നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഒരു നല്ല ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം? ജനത്തിന് ദുരുപദേശങ്ങളെ കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന വ്യക്തിയായിരിക്കണം. രണ്ടാമത് നമ്മൾ ഇവിടുന്ന് വായിച്ച് മനസ്സിലാക്കിയത്, ആ വ്യക്തി എന്ത് ചെയ്യണം? സ്ഥിരമായിട്ട് ദൈവവചനത്താൽ പോഷണം പ്രാപിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. മൂന്നാമത്, താൻ പോഷണം പ്രാപിക്കുന്ന ആ ദൈവവചനത്തെ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് തന്നെ തന്നെ ക്രമപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു നല്ല ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു നല്ല ദൈവ പൈതൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാലാമതായിട്ട് തുടർച്ചയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത വാക്യം, 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു, ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം കഴിക്കുക. അല്ലെങ്കിൽ ഇവിടുന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു, ഭക്തിക്ക് നിരക്കാത്ത ഉപദേശങ്ങളെ തള്ളിക്കളയുന്നവനാണ് ഒരു യഥാർത്ഥ ശുശ്രൂഷകൻ എന്നാണ് തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അവിടെ ഉപയോഗിച്ച കിഴവിക്കഥകൾ, അതൊരു ഓൾഡ് വൈബ്സ് ടെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വെറുതെ ഒരു കർണരസമാകുന്ന രീതിയിൽ പറയുന്ന ഒരു കാര്യം, അതിന് യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനമോ ആധികാരികതയോ ഇല്ല. എന്നാൽ ഇത് ആ വ്യക്തിയുടെ ആത്മീക ജീവിതത്തിനൊട്ടും ഗുണകരവുമല്ലാത്ത കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നു? അവര് ഇങ്ങനെ കിഴവിക്കഥകളുടെ പുറകെ നടന്ന് തങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകളുടെയും വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ഒരുപക്ഷെ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ കപ്പൽ ഛേദം വിശ്വാസ ജീവിതത്തിൽ കപ്പൽ ഛേദനം സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ഹുമനിയോസും അലക്സാണ്ടറും പിന്നീട് വേറൊരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ. ഇവരൊക്കെ മിക്കവാറും ഇത്തരത്തിലുള്ള സ്വഭാവ വിശേഷതകളൊക്കെ ഉള്ളവരായിരിക്കും. ഇവർ കേവലം ഒറ്റ ദിവസം കൊണ്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നടിഞ്ഞു പോയ ആളുകളായിരിക്കത്തില്ല. ഇത് ക്രമേണ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഇവരുടെ വിശ്വാസ ജീവിതത്തെ ശ്രദ്ധയോടെ നോക്കി കാണാതെ ഈ കിഴവിക്കഥകളും തെറ്റായ ചിന്തകളുടെയും ഒക്കെ പുറകെ പോവുകയും അത്തരത്തിൽ തങ്ങളുടെ ജീവിതത്തെ അവർ നശിപ്പിച്ചു കളഞ്ഞതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഗുണകരമല്ലാത്ത മേഖലകളിൽ ഇറങ്ങിപ്പോകാതെ നമ്മുടെ സംസാരത്തിലും ജീവിതത്തിലും പ്രവൃത്തിയിലും
നമ്മൾ സൂക്ഷിക്കേണ്ട മാന്യത സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ. പത്രോസ് ലേഖനത്തിൽ നമ്മൾ കാണുന്നത് പോലെ ക്രിസ്തുവിൻ്റെ മാന്യതയുടെ പങ്കാളികളായിട്ടാണ് കർത്താവ് നമ്മെ ദൈവത്തിൻ്റെ സഭയിൽ ആക്കി വെച്ചിരിക്കുന്നത്. ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തോട്, മൂലക്കല്ലാകുന്ന ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെട്ടവരായ നമുക്ക് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യത ഉണ്ട്. അപ്പൊ ക്രിസ്തുവിന്റെ മാന്യതയുടെ പങ്കാളിത്തമുള്ളവരായിട്ടാണ് കർത്താവ് നമ്മെ പുതിയ നിയമസഭയിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എത്തരത്തിലുള്ള ജീവിത നിലവാരമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്, നമ്മളിൽ തന്നെ ഉള്ളത് എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഭക്തിവിരുദ്ധമായ ഒരു കാര്യത്തിലും ഏർപ്പെടരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഈ കിഴവിക്കഥകളൊന്നും ആയിരിക്കത്തില്ല, മറ്റ് പല കഥകളുമായിരിക്കും ദൈവജനത്തെ ആത്മീയമായ മൂല്യശോഷണത്തിലേക്ക് തള്ളിവിടുന്നത്. ആത്മീയ അഭിവൃദ്ധിക്ക് നിദാനമാകുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മറുപടിയായിട്ട് അല്ലെങ്കിൽ അതിനെതിരായിട്ട് മറ്റു പലതും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ആരെങ്കിലും കുറിച്ച് അപവാദം പറയുവാൻ കിട്ടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരെ കരിവാരി തേക്കുവാനും എങ്ങനെയെങ്കിലുമൊക്കെ ദൈവജനത്തെ ആത്മീകമായ വളർച്ചയിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നതിന്, അവരെ നിരുത്സാഹപ്പെടുത്തുന്നതിന് കാരണമായ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ദൈവജനത്തിനിടയിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ ഒന്ന് സൂക്ഷിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഭക്തിവിരുദ്ധമായ ഒരു കാര്യവും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. അത്തരത്തിൽ ആയിത്തീർന്നാൽ ആ വ്യക്തിയുടെ വിശ്വാസത്തെ അത് ഹനിക്കും. അതിന് ഇടയാകുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പാടില്ല. അപ്പോൾ നാം ഏത് അവസ്ഥയിൽ ഇരിക്കുന്നു, ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ, ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ, ദൈവദാസൻ എന്നുള്ള നിലയിൽ നാം എങ്ങനെ നിൽക്കുന്നു എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകട്ടെ. അഞ്ചാമതായിട്ട് ഈ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 7-ാം വാക്യം മുതൽ 10-ാമത്തെ വാക്യം മുതൽ വരെ നമ്മൾ വായിക്കുമ്പോൾ ആത്മീകമായ അച്ചടക്കം പാലിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല ശുശ്രൂഷകൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറയുകയാണ്. അപ്പം ഈ മനുഷ്യൻ ചില കാര്യങ്ങൾ നിർവഹിക്കണം, അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. അതിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ആത്മീകമായ അച്ചടക്കം അഭ്യസിക്കുവാനായിട്ട് ആർക്ക് സാധിക്കണം? ഒരു നല്ല ശുശ്രൂഷകന് സാധിക്കണം. ഇവിടെ നോക്കിക്കേ, ഉദാഹരണമൊക്കെ പറഞ്ഞുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാക്തത്വമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വിശദമാക്കുകയാണ്. അപ്പോൾ അഭ്യസനം കഴിക്കുക, തന്നെ ആത്മീകമായിട്ട് അച്ചടക്കം അഭ്യസിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വ്യക്തിയാണ് ആര്? ഒരു നല്ല ശുശ്രൂഷകൻ, അല്ലെങ്കിൽ ഒരു നല്ല ശുശ്രൂഷകന്റെ ഗുണം അതാണ് എന്നിവിടെ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അച്ചടക്കം പുലർത്തുക, ആത്മീകമായിട്ട് അഭിവൃദ്ധിയിലേക്ക് വരിക. അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഗുംനാസോ എന്നുള്ള പദമാണ്. അഭ്യസിപ്പിക്കുക അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യുക എന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഗുംനാസോ എന്നുള്ള ആ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ജിംനാസ്റ്റിക്സ് കേട്ടിട്ടുണ്ടല്ലോ. അവർ വളരെയധികം ട്രെയിൻ ചെയ്താണ് അവരെ തന്നെ നല്ല അച്ചടക്കത്തോടുകൂടെ അവരുടെ ശരീരത്തെയും അവരുടെ വികാരങ്ങളെയും ചിന്തകളെയും ഒക്കെ അവർ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ഈ ജിംനാസ്റ്റിക്സിൽ നല്ലവണ്ണം പെർഫോം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അവരുടെ ശ്രദ്ധയിൽ ഒരല്പം പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരൊരു പക്ഷെ നിലത്ത് വീഴാനും വളരെ വലിയ അപകടം അവർക്ക് സംഭവിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തൻ്റെ ചിന്തയെയും തൻ്റെ ശരീരത്തെയും എല്ലാം ഏകോപിപ്പിച്ച് വളരെ ട്രെയിൻ ചെയ്യപ്പെടുന്ന ആ ഒരു അവസ്ഥയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ദൈവമക്കളുടെ ആത്മീക അവസ്ഥയിലും നാം നമ്മെ തന്നെ എങ്ങനെ ചെയ്യണം? നാം നമ്മെ തന്നെ അഭ്യസിപ്പിക്കണം, ട്രെയിൻ ചെയ്യണം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ജിംനാസ്റ്റ് അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ തന്നെ എങ്ങനെയാണോ ക്രമീകരിക്കുന്നത് അത്തരത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലും അഭ്യസനം കഴിക്കണം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറൊരു ആശയം അവിടെ നിന്ന് പറയുന്നത്, ഗ്രീക്കിൽ ഈ ട്രെയിൻ ചെയ്യുക എന്നുള്ളതിൻ്റെ ലിറ്ററൽ ആയിട്ടുള്ള അക്ഷരികമായിട്ടുള്ള ആശയം എന്നുള്ളത് ടു എക്സസൈസ് നേക്കഡ് എന്നുള്ളത് ആവശ്യമാണ്. നഗ്നമായിട്ട് അഭ്യസനം കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഒരു വ്യാഖ്യാന രീതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ അത്ലറ്റ്സുകൾ നമുക്കറിയാം, ഒരു ഓട്ടക്കാരൻ അദ്ദേഹത്തിൻ്റെ ഓട്ടത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാത്തിനെയും അദ്ദേഹം വിട്ടൊഴിയുകയാണ്.
തൻ്റെ വസ്ത്രധാരണ രീതി പോലും അത്തരത്തിലാണ്. തൻ്റെ ശരീരം കേവലം നഗ്നത മറയ്ക്കുവാനായിട്ട് വേണ്ടിയുള്ള വസ്ത്രം മാത്രം ധരിക്കുക, അല്ലാതെ കട്ടിയുള്ള ഒരു വസ്ത്രം ധരിച്ചാൽ അദ്ദേഹത്തിന് ആ ഫീൽഡിൽ നന്നായിട്ട് ഓടുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഓരോ സ്പോർട്സ് താരങ്ങളും ആ രീതിയിലാണ് അവരെ തന്നെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ആശയം തന്നെയാണ് ഇവിടെ ദൈവ പൈതൽ, ഒരു ശുശ്രൂഷകൻ തൻ്റെ ശുശ്രൂഷാ മണ്ഡലത്തിലും എങ്ങനെ ആയിരിക്കണം തന്നെ അഭ്യസനം കഴിപ്പിക്കേണ്ടത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. തനിക്ക് തൻ്റെ ആത്മീക വളർച്ചയ്ക്ക്, തൻ്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമായിട്ട് വരുന്ന എല്ലാറ്റിനെയും ദൂരെ കളയുക, അങ്ങനെ തന്നെ അഭ്യസിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ എത്രമാത്രം ഈ ഡിസിപ്ലിൻ, അച്ചടക്കം പുലർത്തുവാനായിട്ട് ദൈവമക്കൾക്ക് സാധിക്കുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധന കഴിച്ചു നോക്കാം. നമുക്ക് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കേവലം 1-2 ദിവസം കൊണ്ട് തീരുന്നതല്ല. പല ആളുകളും ശാരീരിക അഭ്യസനത്തോടുള്ള ബന്ധത്തിലൊക്കെ വർഷത്തിൻ്റെ ആരംഭ ദിവസം ചില ഡിസിഷൻസ് ഒക്കെ എടുക്കും. അടുത്ത ദിവസം മുതൽ ജിമ്മിൽ പോയേക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ വീട്ടിൽ ചില നടക്കാൻ പോയൊക്കെ എക്സസൈസ് ചെയ്തേക്കാം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കും. പക്ഷേ 2-3 ദിവസം അല്ലെങ്കിൽ ചില ആഴ്ചകളൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? പതുവെ പിൻവലിയുന്ന ഒരു മനോഭാവമുണ്ട്. അങ്ങനെയുള്ള ആൾക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല? ഈ അഭ്യസനത്തിൽ മുന്നേറുവാനായിട്ട് സാധിക്കത്തില്ല. ഈ സ്പിരിച്വൽ ഡിസിപ്ലിനും ആത്മീയ അച്ചടക്കവും അതുപോലെ തന്നെ ഉള്ളതാണല്ലോ. നാം നമ്മെ തന്നെ തുടർമാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടർമാനമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ട് ഇതിരിക്കുന്നു. ഇതിൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ തടസ്സങ്ങളെയും, ആ പദത്തിൽ നിന്ന് നമ്മൾ പഠിച്ചതുപോലെ അതിന് തടസ്സമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. അത് മാത്രമല്ല, ഈ 4:10 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അതിനായി തന്നെ നാം സകല മനുഷ്യരുടെയും വിശേഷാൽ സകല മനുഷ്യരെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഡിസിപ്ലിനിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ തന്നെ ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഒരു ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ള ചിന്തയോടുകൂടിയാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആത്മീയ അച്ചടക്കം പാലിക്കുമ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് നാം തന്നെ അച്ചടക്കത്തോടുകൂടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്. ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ എത്രമാത്രം ആത്മീയ ജീവിതത്തിൽ അച്ചടക്കം പുലർത്തി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മളെ തന്നെ ഒന്ന് പുനഃപരിശോധന കഴിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ ചിന്തിച്ച അതേ പദം തന്നെ 4:10 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഒരു നല്ല ശുശ്രൂഷകന്റെ നോട്ടം ആരിലേക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശ, പ്രത്യാശ ആരിലേക്കാണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ കർത്താവിനെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ യാത്ര ചെയ്യുന്നത്, തന്നെ നിയന്ത്രിക്കുന്നത്, തന്നെ അച്ചടക്കത്തോടെ പരിപാലിക്കുന്നത് ഒക്കെയും ഈ കർത്താവിലുള്ള പ്രത്യാശയോട് കൂടിയാണ് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിലേക്ക് നോക്കി തൻ്റെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തിക്കും എന്ത് ചെയ്യത്തില്ല? ആ വ്യക്തിയുടെ ജീവിതത്തെ നിസാരമായിട്ട് എടുക്കുവാനായിട്ട് കഴിയില്ല. കെയർലെസ് ആയിട്ട് തൻ്റെ ആത്മീയ ജീവിതത്തെ അദ്ദേഹം എടുക്കത്തില്ല. വളരെ ശ്രദ്ധയോടുകൂടെ ആത്മീയ ജീവിതത്തെ പരിപാലിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എഗൈൻ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കണ്ടിന്യൂസ് ടെൻസ് ആണ്. തുടർമാനമായിട്ട് അച്ചടക്കവും ദൈവവചനത്തിലുള്ള നിലനിൽപ്പും തുടർച്ചയായിട്ട് നടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കർത്താവിങ്കിലേക്കുള്ള നോട്ടവും തുടർച്ചയായിട്ട് നാം കർത്താവിനെ നോക്കിക്കൊണ്ട് സഞ്ചരിക്കേണ്ടവരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം, പത്രോസിന് വെള്ളത്തിലേക്ക് കർത്താവിൻ്റെ കൂടെ ഇറങ്ങിയ വ്യക്തിയാണ്. പക്ഷെ എന്താണ് സംഭവിച്ചത്? ആ നോട്ടത്തിന് ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായില്ല. കർത്താവിൽ നിന്നുള്ള ശ്രദ്ധ വ്യതിചലിച്ചു പോയപ്പോഴാണ് അദ്ദേഹം വെള്ളത്തിലേക്ക് താഴുവാനായിട്ട് ഇടയായത്. ഇതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും കർത്താവിനെ നോക്കി നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആ കർത്താവിനെ വീക്ഷിച്ചുകൊണ്ട് കർത്താവിലേക്ക് ശ്രദ്ധ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. എങ്കിലേ ശുശ്രൂഷ ഭംഗിയായിട്ട് നിർവഹിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പലപ്പോഴും ആത്മീയ ജീവിതത്തിലെ ദൈവസഭയിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിൽ നിന്ന് നമ്മെ പുറകിലേക്ക് വലിക്കുന്ന ഒരു ചിന്ത എന്നുള്ളത് നമ്മുടെ നോട്ടം പലപ്പോഴും കർത്താവിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഇത് കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ മറ്റ് എന്തെല്ലാം തടസ്സങ്ങൾ ഇതിൻ്റെ മുമ്പിൽ വന്നാലും അതിനെ ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ നോട്ടം സ്ഥിരതയോടെ നോക്കിക്കൊണ്ട് ഓടുവാനായിട്ട് നമുക്ക് സാധിക്കും.
പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാരായ ദാസിമാരായ നമുക്ക് നമ്മുടെ കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭ, കഴിഞ്ഞ ആഴ്ച നമ്മൾ 3-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിച്ചതുപോലെ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമാകുന്ന ജീവനുള്ള ദൈവാലയത്തിൽ നാം നടക്കുമ്പോൾ നമ്മളെ തന്നെ കർത്താവിങ്കിലേക്കുള്ള ആ ദൃഷ്ടി അല്പം പോലും മാറിപ്പോകാതെ സൂക്ഷിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് സഹായിക്കട്ടെ. അന്ത്യകാലമാണ്, ദുർഘട സമയമാണ്, മനുഷ്യർ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അനേകരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകുന്ന ഒരു ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശ്വാസ ജീവിതത്തിന് കൊടുക്കേണ്ട ആ സീരിയസ്നെസ് ഒന്നും കൊടുക്കാതെ കേവലം ഒരു മിനിമലായിട്ട് ഇത് മതി എന്നുള്ള ഒരവസ്ഥയിൽ ജീവിക്കുന്ന അനേകം ആളുകളുടെ മധ്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ തന്നെ വളരെ കൃത്യതയോടുകൂടെ സൂക്ഷിക്കുവാനായിട്ട്, ആത്മീക അച്ചടക്കം പാലിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട്, കർത്താവിങ്കിൽ നിന്നുള്ള ആ കൃപ പൂർണ്ണമായിട്ട് പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ഓട്ടം ഓടുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനാണ് ദൈവത്തിൻ്റെ വചനം ഇവിടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അതിൻ്റെ നല്ല ശുശ്രൂഷകന്റെ ഗുണങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുമ്പോൾ 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഒരു നല്ല ശുശ്രൂഷകന്റെ ഗുണമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, യേശുക്രിസ്തു നൽകിയ അധികാരത്തോടുകൂടെ ദൈവവചനത്തെ മറ്റുള്ളവരോട് പങ്കുവെക്കുക. അതൊരു ശുശ്രൂഷകന്റെ ഉത്തരവാദിത്വം. തിമോത്തിയോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അല്പം ഭയമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു തിമോത്തിയോസ്. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ 2 തിമോത്തിയോസിൽ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറഞ്ഞിരിക്കുന്നത് 1-ാം അധ്യായം 2 തിമോത്തിയോസ് 1:7 നമ്മൾ വായിക്കുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത്. അപ്പം ഭയപ്പെടേണ്ട, ദൈവം നൽകിയ ആ ആത്മാവിന്റെ ശക്തിയാൽ നീ നിന്റെ ശുശ്രൂഷ ചെയ്യണം. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നൽകിയിരിക്കുന്ന, ശക്തിയുടെയും ആ ശക്തി സ്നേഹത്തോടെ ഉപയോഗിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിലാണ് നമ്മൾ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. അപ്പൊ ഇവിടെയും അതേ ആശയം തന്നെയാണ് തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നീ നിന്റെ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ 11-ാമത്തെ വാക്യത്തിൽ ഇത് ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. ഇവിടെ ഇംഗ്ലീഷ് ബൈബിൾ ഉപയോഗിക്കുക പ്രിസ്ക്രൈബ് എന്നാണ്. ഈ കാര്യങ്ങളെ നീ പ്രിസ്ക്രൈബ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ അല്ലേ, ഡോക്ടർമാർ എഴുതി നൽകുന്ന കുറിപ്പുകൾ നമ്മൾ കാണാറുണ്ട്. മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഒരു ശുശ്രൂഷകന്റെ കടമയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആജ്ഞാപിക്കുക, ഉപദേശിക്കുക എന്നുള്ളതിന് വേറെ പദം ഉപയോഗിച്ചിരിക്കുക. ഇത് മറ്റുള്ളവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഒരു ദൈവദാസന് നൽകിയിരിക്കുന്നത്. നാം വിശ്വസിക്കുന്ന സത്യങ്ങൾ അത് മറ്റുള്ളവർക്ക് ഗുണകരമായിട്ട് തീരുന്നതിന്, മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനപ്പെടുന്നതിന് അവരോട് ഇത് ദൈവത്തിൻ്റെ അധികാരത്തോടുകൂടെ, യേശുക്രിസ്തുവിൻ്റെ അധികാരത്തോടുകൂടെ പറയുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്? നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിക്കുന്ന, നാം പഠിക്കുന്ന ഈ ദൈവവചനം ആധികാരികമായ ദൈവവചനമാണ്. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തിലും 1-ാം ലേഖനത്തിലുമൊക്കെ തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ ആവർത്തിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ശുശ്രൂഷകൻ ദൈവവചനത്തെ മറ്റുള്ളവരോട് അറിയിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പൗലോസിൽ നിന്ന് പഠിച്ചു, തിമോത്തിയോസ് അത് പഠിച്ചു മനസ്സിലാക്കിയ വ്യക്തിയാണ്. അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ തന്നെ അത് കൃത്യതയോടുകൂടെ യാതൊരു രീതിയിലും അതിൽ ഒരു കൂട്ടിച്ചേർക്കലുകൾ വരാതെ വണ്ണം വളരെ ശ്രദ്ധയോടുകൂടെ ആ കാര്യങ്ങൾ ചെയ്യണം. പത്യോപദേശത്തിൻ്റെ ആ സൂക്ഷ്മത കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ തിമോത്തിയോസിനെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവിടെയെല്ലാം പൗലോസിന് ഒരു കാര്യമുണ്ട്, ഇത് ആരുടെ വചനമാണ്? ദൈവത്തിൻ്റെ വചനമാണ്. ആ ആധികാരികതയോടുകൂടെ, അതേ അധികാരത്തോടുകൂടെ ഇത് കൈമാറ്റം ചെയ്യണം എന്നാണ് തിമോത്തിയോസിനെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ശുശ്രൂഷകന്റെ വേറൊരു ഗുണമായിട്ട് അല്ലെങ്കിൽ വേറൊരു ലക്ഷണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അധികാരത്തോടുകൂടെ ദൈവവചനം പഠിപ്പിക്കുന്ന വ്യക്തിയായിരിക്കും അദ്ദേഹം എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ അധികാരത്തോടുകൂടെ ദൈവവചനം നമ്മളോട് പറയുമ്പോൾ അത് നമ്മുടെ ഗുണത്തിനാണ് എന്നുള്ള ആ കാഴ്ചപ്പാടോടുകൂടെ നമ്മൾ അതിനെ എടുക്കുവാനായിട്ട് കഴിയണം. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുമ്പോൾ
പറയുന്നുണ്ട്, ഞാനൊരു അമ്മയുടെ വാത്സല്യത്തോടുകൂടെ നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്തു. അതേ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഒരപ്പൻ മക്കളെ പത്യോപദേശത്തിൽ വളർത്തുന്നത് പോലെയും ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഏർപ്പെട്ടു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പം അമ്മയുടെ വാത്സല്യം നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ അപ്പൻ്റെ ശാസന, അപ്പൻ്റെ ഗുണീകരണം അത് പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് അല്പം വൈമനസ്യം നമ്മൾ കാണിക്കാറുണ്ട്. എന്നാൽ ഈ ദൈവവചന ശുശ്രൂഷ ഇതിൽ രണ്ടുമുണ്ട്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. സ്നേഹത്തിലും അതുപോലെ തന്നെ ശാസനയിലും ഒക്കെയാണ് ഈ ദൈവവചനം മറ്റുള്ളവരിലേക്ക് അറിയിക്കേണ്ടത്. നമുക്കതിന് പേടി തോന്നേണ്ടതിൻ്റെ കാരണമില്ല, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുമ്പോഴും വേറൊരു മനോഭാവത്തോടെ ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ല. കാരണം ഈ വചനം ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ അധികാരത്തിലാണ് ഈ ശുശ്രൂഷ നിർവഹിക്കപ്പെടേണ്ടത്. ആ ഒരു ബോധ്യത്തോടു കൂടെ നമ്മൾ ചെയ്യുക. പക്ഷെ വാത്സല്യവും ശാസനയും ഉണ്ടാകണം, സ്നേഹവും അതുപോലെ തന്നെ അധികാരവും ഉണ്ടാകണം എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. ശാസന മാത്രം ആയി തീരുമ്പോൾ, സ്നേഹത്തിന് കുറവ് വരുമ്പോൾ അവിടെ ബുദ്ധിമുട്ടാണ്. സ്നേഹം മാത്രമായി തീരുമ്പോഴും പ്രശ്നമായിട്ട് തീരും. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ശുശ്രൂഷകൻ ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഉദ്ബോധിപ്പിക്കുന്നത്. നമ്മുടെയും ശുശ്രൂഷകളിൽ അത് ശ്രദ്ധിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, എട്ടാമതായിട്ട് ഇവിടെ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ തൊട്ട് അടുത്ത വാക്യം, 12ാമത്തെ വാക്യം വളരെ പരിചയമുള്ള വാക്യമാണ്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഒരു നല്ല ശുശ്രൂഷകന്റെ മാതൃകയായിട്ട്, അടയാളമായിട്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് എന്താണ്? ആ വ്യക്തി ദൈവഭക്തിയുടെ മാതൃക പുലർത്തുന്ന ഒരു വ്യക്തിയായിരിക്കും. ഗോഡ്ലിനെസ് ഈസ് ഗോഡ് ലൈക്നെസ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഭക്തി എന്നുള്ളത് കർത്താവിനെ തന്നെ അനുകരിക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ ദൈവത്തെ, യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാനായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പ്രകടനമാണ് ദൈവഭക്തി എന്ന് കാണുവാനായിട്ട് കഴിയും. അത് കേവലം ഉപരിപ്ലവമായിട്ട് സംഭവിക്കുന്ന ഒന്നല്ല. ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് കർത്താവിനോടുള്ള ആ സ്നേഹത്തിൽ ഉളവാകുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥമായിട്ടുള്ള ദൈവഭക്തി എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നീ ഒരു ശുശ്രൂഷകനായിട്ട് എഫെസോസിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കണം? ആരും നിന്റെ യൗവനത്തെ തുച്ഛീകരിക്കുവാനായിട്ട് പാടില്ല. അതിൻ്റെ ഒരല്പം കൂടെ നല്ല പരിഭാഷ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. നീ ശ്രദ്ധിക്കുക, നീ ഒരു യുവാവാണ് എന്ന കാരണത്താൽ ആരും നിന്നെ അവഗണിക്കുവാൻ അവസരം നൽകരുത്. നീ ഒരു യുവാവാണ് എന്നുള്ള കാരണത്താൽ ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത് എന്നുള്ളതിൻ്റെ അല്പം കൂടെ ലളിതമായ ഒരു പരിഭാഷ എന്നുള്ളത്, നീ ഒരു യുവാവാണ് എന്നുള്ള കാരണത്താൽ ആരും നിന്നെ അവഗണിക്കുവാൻ അവസരം നൽകരുത്. നിന്റെ ജീവിതത്തിൽ നിന്ന് ആരും നിന്നെ അവഗണിക്കുവാനായിട്ട് ഒരവസരം നീ തന്നെ കൊടുക്കരുത്. നിന്റെ യുവജനത്തെ തുച്ഛീകരിക്കുവാനായിട്ട് ആരെയും അനുവദിക്കരുത്. നീ അതിൽ ശ്രദ്ധിക്കണമെന്നാണ് തിമോത്തിയോസിനോട് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ശുശ്രൂഷകൻ ദൈവസഭയിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എപ്രകാരമാണ് ശുശ്രൂഷ ചെയ്യുന്നത്? ദൈവഭക്തിയുടെ മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവസഭയുടെ ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്വം അതാണ്. നാം അത് നിവർത്തിക്കണം. തിമോത്തിയോസ് ഒരു യൗവനക്കാരനായിരുന്നു. ഒരുപക്ഷെ നമ്മൾ യൗവന കാലഘട്ടമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയിട്ടുണ്ടാവാം. എങ്കിലും ബാല്യത്തിൻ്റെ ചാബല്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ ശുശ്രൂഷാ മേഖലയിൽ ഉണ്ടോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന് യോഗ്യമാകുന്ന രീതിയിൽ ഉള്ള പ്രവൃത്തിയും ജീവിതവും വാക്കുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അത്തരത്തിൽ നിർമ്മലമായ ഒരു ക്രിസ്തീയ ജീവൻ നയിക്കണം എന്നാണ് ഇവിടെ തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ ദൈവവചനത്തിൽ കൂടെ പറയുന്നത്. അടുത്തതായിട്ട് 9ാമതായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവവചന 13ാമത്തെ വാക്യം, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിക്കുക. ദൈവവചന
കേന്ദ്രീകൃതമായ ഒരു ജീവിതം. നമ്മൾ തൊട്ട് മുമ്പ് മുകളിലത്തെ വാക്യങ്ങളിൽ നമ്മൾ ചിന്തിച്ചതാണ്, ഇതിൽ തന്നെ വസിക്കുക, ദൈവവചനത്തിൽ തന്നെ വസിക്കുക എന്നുള്ള ആശയം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. അതിൻ്റെ അല്പം കൂടെ ഒരു വിശദമായ ആശയമാണ് ഇവിടെ നിന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവവചനത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം ആർക്കുണ്ടാകണം? ഒരു ശുശ്രൂഷകനുണ്ടാകണം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഞാൻ വരുവോളം വായന എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് അത് വായിക്കുന്നത് ഗീവ് അറ്റൻഷൻ ടു ദ പബ്ലിക് റീഡിങ് ഓഫ് ദ സ്ക്രിപ്ചർ. കേവലം രഹസ്യമായിട്ട് അല്ലെങ്കിൽ തൻ്റെ പഠനത്തിൽ ദൈവവചനം വായിക്കുക എന്നുള്ള ആശയമല്ല നമ്മൾ അവിടെ വായിക്കുന്നത്, അതുണ്ടാകണം. അതാണ് വായന, പ്രബോധനം, ഉപദേശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് റീഡിങ് ഓഫ് ദ സ്ക്രിപ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിൻ്റെ പരസ്യമായ പാരായണം, പരസ്യമായ വായനയിലും ശ്രദ്ധിക്കുക. ആദ്യ കാലഘട്ടത്തിൽ ദൈവസഭയിൽ അവർ ദൈവവചനം പരസ്യമായിട്ട് വായിക്കുമായിരുന്നു. കാരണം യഹൂദന്മാരുടെ ഇടയിൽ നിന്നുള്ളതായിരുന്നല്ലോ ആദ്യകാല വിശ്വാസികളുടെ ഏറെയും. അപ്പോൾ യഹൂദന്മാർ അവരുടെ സിനഗോഗിലൊക്കെ ദേവാലയത്തിലും ഒക്കെ അവരെന്ത് ചെയ്യുമായിരുന്നു? ദൈവവചനം അവർ പരസ്യമായിട്ട് വായിക്കുമായിരുന്നു. നമ്മുടെ കർത്താവ് ദേവാലയത്തിൽ ചെന്നപ്പോൾ ദൈവവചനം കൊടുത്തു, കർത്താവ് അത് വായിച്ചു. അപ്പം കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ശുശ്രൂഷയായിരുന്നു എന്ത്? ദൈവവചനം വായിക്കും. ഒരു ദിവസം ദേവാലയത്തിൽ ചെന്നപ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കുകയായിരുന്നില്ല. അതിന് അവിടെ ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉത്തരവാദിത്വം. അപ്പം അത്തരത്തിൽ നമ്മൾ കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴും കർത്താവ് ഇത് 1-2 ദിവസം ചെയ്തതല്ല, തുടർച്ചയായിട്ട് ചെയ്തു വന്നിരുന്ന ഒരു കാര്യമായിരുന്നു ദൈവത്തിൻ്റെ വചനമെടുത്ത് പരസ്യമായിട്ട് ആളുകളുടെ മുമ്പാകെ വായിക്കുക എന്നുള്ളത്. അപ്പം അത് തന്നെ ആദിമസഭയിലെ വിശ്വാസികളും പുലർത്തി പോന്നിരുന്നു. അവര് പരസ്യമായ വായനയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നു. ഇന്ന് നമ്മുടെ കരങ്ങളിൽ ബൈബിളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അന്ന് നമുക്കറിയാം ഈ പ്രിന്റഡ് ബൈബിളൊന്നും ഇല്ലായിരുന്നു. വളരെ ചുരുക്കം ആളുകളുടെ കൈവശം മാത്രമേ ഈ കയ്യെഴുത്ത് പ്രതികൾ, തുകൽ ചുരുളിലോ ഒക്കെ എഴുതിയ കയ്യെഴുത്ത് പ്രതികൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവർക്കും വായിക്കുവാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്കിന്ന് ബൈബിളുകളുണ്ട്, എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യെത്തും ദൂരത്ത് ബൈബിളും നമ്മുടെ മൊബൈൽ ഫോണിലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ആയി തീർന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെയൊക്കെ സ്ഥലസഭകളിൽ ഒത്തിരി സമയം നമ്മൾ വെറുതെ കളയുന്നുണ്ട്. ആരാധനയുള്ള ബന്ധത്തിൽ വരുമ്പോഴും പൊതു മീറ്റിങ്ങുകളുള്ള ബന്ധത്തിലൊക്കെ വരുമ്പോഴും എനിക്ക് തോന്നുന്നത് കുറേ സമയം എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ട്. എന്നാൽ ആ സമയത്ത് ആരെങ്കിലുമൊക്കെ ദൈവവചനത്തിൻ്റെ ഒരു ഭാഗം ക്രമമായിട്ടൊന്ന് വായിക്കുവാനായിട്ട് ഏൽപ്പിച്ച, ഉദാഹരണമായിട്ട് സുവിശേഷം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇന്ന അധ്യായത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്ന് പബ്ലിക് റീഡിങ് പൊതുവായിട്ടൊന്ന് വായിച്ച് ചെയ്യുക. അത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഹൃദ്യത ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. ആളുകൾ അത് ശ്രദ്ധിക്കും. എനിക്ക് തോന്നുന്നു ചില നാമധേയ സഭകളിലൊക്കെ CSI പോലുള്ള ചില സഭകളിലൊക്കെ അവർ ഈ പബ്ലിക് റീഡിങ് ഇപ്പോഴും നടത്താറുണ്ട്. നമ്മുടെ സഭകളിൽ അത് കാണുന്നില്ല. കേവലം സങ്കീർത്തനം നമ്മൾ വായിക്കാറുണ്ട് വാക്യപ്രതിവാക്യമായിട്ട്. അതിൽ തന്നെ നമ്മൾ എത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയമാണ്. ഇവിടെ ആദിമസഭയിൽ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഈ പൊതുവായിട്ടുള്ള വായനയ്ക്ക് അവർ സമയം കണ്ടെത്തിയിരുന്നു. അത് നല്ലൊരു ആശയമാണ്. അത് നമുക്ക് നടപ്പിൽ വരുത്തുവാനായിട്ട് കഴിയുമെങ്കിൽ, ആരെങ്കിലുമൊക്കെ വായിക്കുന്നുവെങ്കിൽ അവരെ വായനയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നുവെങ്കിലും അത് നല്ലതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നിട്ട് ഞാൻ വരുവോളം വായന, പ്രബോധനം, പിന്നെ എന്ത് ചെയ്യണം? ഉപദേശം എന്നിവയിൽ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പ്രബോധനം എന്നുള്ളതിന് നമ്മുടെ ആശയം പ്രബോധിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എടുത്തങ്ങ് പ്രബോധിപ്പിക്കുക, എക്സോട്ടേഷൻ, എന്തെങ്കിലും കർത്തൃമേശയോടുള്ള പ്രബോധനം പറയുന്ന സമയത്ത് എന്തെങ്കിലും എടുത്തങ്ങ് പ്രബോധിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് പൊതുവേ ദൈവജനത്തിന് മധ്യത്തിൽ കാണുന്നത്. ഒരാഴ്ച പറഞ്ഞത് തന്നെ പിറ്റേ ആഴ്ചയും പറയാനായിട്ടുള്ളൊരാഗ്രഹം, അല്ലെങ്കിൽ ഈ പ്രബോധനത്തിൽ തന്നെ ആവർത്തിച്ച് ഉള്ള ആശയങ്ങൾ കടന്നു വരുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം മൂലഭാഷയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും കേവലം പ്രബോധനം എന്നല്ല പറഞ്ഞിരിക്കുക, എക്സോട്ടേഷൻ, എക്സോട്ട് ചെയ്യുക എന്നുള്ളൊരാശയമാണ്. എക്സോട്ടേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഷയിൽ പറയുന്ന എക്സിജീസ് ചെയ്യുക, എക്സിജറ്റിക്കൽ എന്നുള്ളൊരാശയമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രീക്കിലെ ഒരു പദമാണ് എക്സ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ നിന്ന് എടുത്ത് സദസ്സിന് വിളമ്പിക്കൊടുക്കുക എന്നുള്ളൊരാശയമാണ്. അപ്പം ചിന്തിക്കുക,
എക്സോട്ടേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി, എക് ഔട്ട്, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എടുത്ത ദൈവജനത്തിന് കൊടുക്കുകയാണ്. തൻ്റെ എന്തെങ്കിലും ആശയമോ തൻ്റെ എന്തെങ്കിലും ചിന്തയോ അല്ല പകരം കൊടുക്കുന്നത്. നേരെ മറിച്ച് അദ്ദേഹം എന്താണ് എടുക്കുന്നത്? ദൈവവചനത്തെ തന്നെ എടുത്ത് അതിലെ ആശയങ്ങളെ ദൈവജനത്തിന് വിളമ്പിക്കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. നമ്മൾ എത്രമാത്രം അതിൽ ശ്രദ്ധാലുക്കളാണ് ദൈവവചന ശുശ്രൂഷയിൽ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. ഈ എക്സോട്ടേഷന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി സമയം കിട്ടുമ്പോൾ നമ്മുടെ ചിന്തകളല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കത്തോടെ നിർവഹിക്കണം. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രബോധനം എന്നുള്ള വാക്കിൻ്റെ ശരിയായ അർത്ഥം. സമയം ഓൾമോസ്റ്റ് തീർന്നുകൊണ്ട് ഞാൻ വേഗത്തിൽ 1-2 കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പം ഇവിടെ ഒരു നല്ല ശുശ്രൂഷ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ വ്യക്തി ദൈവവചനം കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇവിടെ പരസ്യമായ വായന എന്നുള്ളൊരു ആശയമാണ് അത് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് ആ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ എസ്ര അത് ചെയ്തതായിട്ട് 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആദിമ സഭയിൽ, പുതിയ നിയമസഭയിൽ അവരത് അനുവർത്തിച്ചിരുന്നു. നമുക്കും അതിനുള്ള താല്പര്യങ്ങൾ ഉണ്ടാകണം. ദൈവത്തിൻ്റെ വചനത്തെ പ്രബോധിപ്പിക്കുമ്പോൾ കൃത്യത സൂക്ഷിക്കണം എന്നുള്ളൊരാശയവും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു നല്ല ശുശ്രൂഷകന്റെ വേറെ ഗുണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്നെ തന്നെ ശ്രദ്ധിക്കണം. കൃപാവരത്തെ വിശ്വസ്തയോടുകൂടെ വിനിയോഗിക്കുന്ന ഒരു വ്യക്തി, ഉപയോഗപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് നല്ല ഒരു ശുശ്രൂഷകൻ എന്ന് ഇവിടെ തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഇവിടെ ദൈവം നമുക്ക് നൽകിയ എല്ലാ ദൈവമക്കൾക്കും ദൈവം കൃപാവരം നൽകിയിട്ടുണ്ട്. കൃപാവരത്തെക്കുറിച്ചുള്ള പഠനമൊക്കെ നിങ്ങൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരത്തെ ശ്രദ്ധയോടെ ഉപയോഗിക്കുവാനായിട്ട് ഓരോ ദൈവ പൈതലിനും സാധിക്കണം. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപാവരം എന്താണ് എന്ന് തിരിച്ചറിയുകയും അതിന് ദൈവസഭയുടെ പൊതുവായ, അതാണ് കൃപാവരത്തിൻ്റെ ഒരു നിർവചനം തന്നെ, ദൈവസഭയുടെ പൊതുവായ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് ഈ കൃപാവരം. അതിനെ അപ്രകാരം ചെയ്യുവാനായിട്ട് ഒരു ശുശ്രൂഷകന് സാധിക്കണം. ദൈവം ആ താലന്ത് അല്ലെങ്കിൽ കൃപാവരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനെ ഏത് രീതിയിലാണ് വിനിയോഗം കഴിക്കുന്നത് എന്ന് നമുക്ക്, നമ്മുടെ സ്പിരിച്വൽ ഗിഫ്റ്റ്, ആത്മീക വരം എപ്രകാരമാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധന കഴിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അടുത്തതായിട്ട് അപ്പോൾ കൃപാവരത്തെ ശ്രദ്ധിക്കുന്ന വ്യക്തിയായിരിക്കണം. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് അത് എന്ത് ചെയ്യണം? 15-ാമത്തെ വാക്യം, നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരണം. ഒരു നല്ല ശുശ്രൂഷകന്റെ ഒരു അടയാളമായിട്ട് തിമോത്തിയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ആ മനുഷ്യൻ എങ്ങനെയുള്ളവനായിരിക്കണം? അഭിവൃദ്ധി പ്രാപിക്കുന്നവനായിരിക്കണം. ഒരു ശുശ്രൂഷകൻ ദൈവസഭയിൽ കർത്താവിൻ്റെ സഭയിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകണം. എവിടെയെങ്കിലും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്ന ഒരവസ്ഥയല്ല ഉണ്ടാകേണ്ടത്. തിമോത്തിയോസേ, നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി അത് പരസ്യമാകണം എന്നാണ്, പ്രസിദ്ധമായി തീരണം എന്നാണ് തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നത്. ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന കൃപാവരത്തെ യഥാർത്ഥമായിട്ട് ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്കും കാരണമായി തീരും, മറ്റുള്ളവരുടെ ആത്മീയ അഭിവൃദ്ധിക്കും കാരണമായിട്ട് തീരും. ഒരു ശുശ്രൂഷക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകൾ എന്നുള്ള നിലയിൽ അത് നമുക്ക് ആത്മീയമായിട്ട് അല്പം കൂടെ അഭിവൃദ്ധി നൽകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ എത്തിച്ചേരും. നാം യഥാർത്ഥത്തിൽ കർത്താവിന് ഹിതകരമാകുന്ന രീതിയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്, ഒരു അടയാളമാണ് നമ്മുടെ ഈ ആത്മീയമായ അഭിവൃദ്ധി. തിമോത്തിയോസിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടായി. നമ്മൾ ആദ്യം വായിക്കുന്ന അദ്ദേഹം ഒരു ഭീരുവായിരുന്ന, അല്പം ഭയമൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ വായിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി വരികയാണ്. ഓരോ ദൈവമക്കളുടെയും ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതാണ് കാണുന്നത്. അവർക്കൊരു അഭിവൃദ്ധി ഉണ്ടായി എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പൗലോസ് തന്നെ പറയുന്ന പോലെ ദൈവത്തിൻ്റെ കൃപയാൽ ഈ അഭിവൃദ്ധി പ്രാപിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. അതും ഒരു ശുശ്രൂഷകന്റെ അടയാളമായിട്ട് ഇരിക്കുന്നു. അവസാനമായിട്ട് അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും
രക്ഷിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂഷാ മേഖലയിൽ ഒരു സ്ഥിരത, ഒരു സന്തുലനം, ഒരു സ്ഥിരത കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഒരു നല്ല ശുശ്രൂഷകൻ എന്നുള്ള ആശയമാണ് പൗലോസ് ഇവിടെ തിമോഥെയോസിനെ പറയുന്നത്. നിന്നെ തന്നെ സൂക്ഷിക്കുക, ഉപദേശത്തെ സൂക്ഷിച്ചുകൊള്ളുക, ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥിരതയുള്ള വിശ്വാസ ജീവിതം, ഒരു സ്ഥിരതയുള്ള ശുശ്രൂഷ ജീവിതം നയിക്കുക എന്നാണ് തിമോഥെയോസിനോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഇത് ശുശ്രൂഷകന്മാർക്കാണ് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാതെ, ഇത് ദൈവസഭയിലെ എല്ലാ ദൈവമക്കൾക്കുമുള്ള ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലയിൽ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഒരു നല്ല ശുശ്രൂഷകൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്. നല്ല ശുശ്രൂഷകൻ ഒന്നാമതായിട്ട് ജനത്തിന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു വ്യക്തിയായിരിക്കും. രണ്ടാമതായിട്ട് സ്ഥിരമായിട്ട് ദൈവവചനത്താൽ പോഷണം പ്രാപിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഒരു നല്ല ശുശ്രൂഷകൻ. കേവലം പോഷണം പ്രാപിക്കുക മാത്രമല്ല, അതിനെ അനുസരിക്കുവാനായിട്ടുള്ള ഒരു താല്പര്യമുള്ളവനാണ് നല്ല ശുശ്രൂഷകൻ. നല്ല ശുശ്രൂഷകൻ ഭക്തിവിരുദ്ധമായ ഉപദേശങ്ങളെ തള്ളിക്കളയുന്നവനാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നല്ല ശുശ്രൂഷകൻ ആത്മീക അച്ചടക്കം അഭ്യസിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നല്ല ശുശ്രൂഷകന്റെ പ്രത്യാശ, സ്ഥിരമായിട്ടുള്ള നോട്ടം, പ്രത്യാശ എന്നുള്ളത് യേശുക്രിസ്തുവിലേക്കാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ കീഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചത്, 11-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, അധികാരത്തോടെ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല ശുശ്രൂഷകൻ എന്ന് നമ്മൾ ചിന്തിച്ചു. ദൈവഭക്തിയുടെ മാതൃക, യൗവനമൊന്നും തുച്ഛീകരിക്കാതെ ദൈവഭക്തിയുടെ മാതൃക പിൻപറ്റുന്ന ഒരു മനുഷ്യനാണ് നല്ല ശുശ്രൂഷകൻ എന്ന് നമ്മൾ ചിന്തിച്ചു. ദൈവവചനത്തിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല ശുശ്രൂഷകൻ. അതോടൊപ്പം തന്നെ തൻ്റെ കൃപാവരത്തെ വിശ്വസ്തയോടുകൂടെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല ശുശ്രൂഷകൻ. തനിക്ക് തന്നെയും തൻ്റെ പ്രസംഗം കേൾക്കുന്നവരുടെയും ആത്മീക അഭിവൃദ്ധിയെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല ശുശ്രൂഷകൻ. ഒരാത്മീക സ്ഥിരത കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഒരു നല്ല ശുശ്രൂഷകൻ എന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനെ ഉദ്ബോധിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെയും ഒന്ന് പുനഃപരിശോധിപ്പിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. നമ്മുടെ ആത്മീയ അവസ്ഥ എവിടെ ഇരിക്കുന്നുവെങ്കിലും അതിന് ഒരു മിനിമം ലെവൽ എന്നുള്ള ചിന്തയിൽ നിന്ന് വളർച്ച പ്രാപിക്കുവാനായിട്ട്, വളരുവാനായിട്ടുള്ള ഒരു ആഗ്രഹമുള്ളവരായിട്ട് തീരുവാൻ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.